ഏറ്റവും കൂടുതൽ പിണ്ഡം ഉൾക്കൊള്ളുന്ന ഭൂമിയുടെ പാളി ഏതാണ്? മാന്റിൽ. പൂർണ്ണമായും ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഭൂമിയുടെ പാളി പുറക്കാമ്പ്. ഔട്ടർ കോറിലാണ് പൂർണ്ണമായും ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗം. സംവഹന പ്രവാഹങ്ങൾ കാണപ്പെടുന്നതും ഉപരിമാന്റിലിന് താഴെയായി കാണപ്പെടുന്നതുമായ പ്രദേശം അസ്തനോസ്ഫിയർ. ഉപരിമാന്റിലിന് താഴെയായി കാണപ്പെടുന്നത് അസ്തനോസ്ഫിയർ ആണ്. ഭൂമിക്കകത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും സാന്ദ്രത കൂടിയ പാളിയായ അകക്കാമ്പ് ഖരാവസ്ഥയിലായിരിക്കാൻ കാരണം ഭൂമിയുടെ കേന്ദ്രഭാഗത്തെ ഉയർന്ന മർദ്ദമാണ്. ഏറ്റവും സാന്ദ്രത കൂടിയ പാളിയായ അകക്കാമ്പ് ഖരാവസ്ഥയിലാകാൻ കാരണം. അടുത്ത ക്വസ്റ്റ്യൻ, തിരമാലകൾ എന്നാൽ എന്താണ്? ഒന്ന്, ജലത്തിൻ്റെ ചലനമാണോ? സമുദ്രോപരിതലത്തിലൂടെയുള്ള ഊർജപ്രവാഹമാണോ? ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും ഗുരുത്വാകർഷണ ബലം മൂലം സമുദ്രജലത്തിലുണ്ടാകുന്ന ചലനമാണോ? ഏതാണ് ആൻസർ? ആൻസർ 8 ബി 1, 3 ആണ് ആൻസർ. ജലത്തിൻ്റെ ചലനവും ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും ഗുരുത്വാകർഷണ ബലം മൂലം സമുദ്രജലത്തിലുണ്ടാകുന്ന ചലനം 1, 3. കടൽത്തറകളിൽ ഉണ്ടാകുന്ന അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഭൂകമ്പങ്ങളും മൂലമുണ്ടാകുന്ന വിനാശകാരികളായ വൻതിരമാലകളെ അറിയപ്പെടുന്നത് സീസ്മിക് തിരമാലകൾ. സുനാമി. കടൽത്തറകളിൽ ഉണ്ടാകുന്ന അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഭൂകമ്പങ്ങളും മൂലമുണ്ടാകുന്ന വിനാശകാരികളായ തിരമാലകളെ അറിയപ്പെടുന്നത് സീസ്മിക് തിരമാലകൾ അഥവാ സുനാമി എന്നാണ്. ഒരു ദിശയിൽ നിന്നും മറ്റൊരു ദിശയിലേക്കുള്ള സമുദ്രജലത്തിൻ്റെ പ്രവാഹത്തെ അറിയപ്പെടുന്നത് സമുദ്രജല പ്രവാഹങ്ങൾ. ഒരു ദിശയിൽ നിന്നും മറ്റൊരു ദിശയിലേക്ക് സമുദ്രജലത്തിൻ്റെ പ്രവാഹത്തെ അറിയപ്പെടുന്നത് സമുദ്രജല പ്രവാഹങ്ങൾ, ഓഷൻ കറണ്ട്. കടലിൻ്റെ പ്രത്യേക ഭാഗത്ത് ആൽഗകൾ അനിയന്ത്രിതമായി പെരുകുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്നത് ചുവപ്പ് വേലിയേറ്റം അഥവാ കടൽക്കറ. കടലിൻ്റെ പ്രത്യേക ഭാഗത്ത് ആൽഗകൾ അനിയന്ത്രിതമായി പെരുകുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്നത് ചുവപ്പ് വേലിയേറ്റം അഥവാ കടൽക്കറ എന്ന് പറയും. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ തീരസമതലങ്ങളെക്കുറിച്ചുള്ള തെറ്റായ സൂചന കണ്ടെത്തുക. ഒന്ന്, പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീരസമതലത്തിന് വീതി കുറവാണ്. കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികൾ പൂർവ്വതീരങ്ങളിൽ വിശാലമായ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നു. 3, താഴ്ന്നുപോയ സമതലങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് പശ്ചിമ തീരസമതലങ്ങൾ. ഏതാണ് തെറ്റെന്നുള്ളത്? 1 മാത്രമേ തെറ്റുള്ളൂ. പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീരസമതലത്തിന് വീതി കുറവെന്നുള്ളതാണ് തെറ്റ്. പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീരസമതലത്തിന് വീതി കൂടുതലാണ്. പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീരസമതലത്തിന് വീതി കൂടിയവയാണ്. ഉയർന്നു പൊങ്ങിയ സമതലങ്ങൾക്ക് ഉദാഹരണമാണ് പൂർവ്വ തീരസമതലങ്ങൾ. കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുകയും താരതമ്യേന വീതി കുറഞ്ഞതുമായ തീരസമതലമാണ് പടിഞ്ഞാറൻ തീരസമതലം, പശ്ചിമ തീരം. ഉയർന്നു പൊങ്ങിയ സമതലങ്ങൾക്ക് ഉദാഹരണമാണ് പൂർവ്വ തീരസമതലങ്ങൾ. കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുകയും താരതമ്യേന വീതി കുറഞ്ഞതുമായ തീരസമതലമാണ് പടിഞ്ഞാറൻ തീരസമതലം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ എൽ നിനോ പ്രതിഭാസവുമായി ബന്ധപ്പെട്ടവ ഏതെല്ലാം? 1, മധ്യരേഖാ വായുചംക്രമണത്തെ തടസ്സപ്പെടുത്തുന്നു. 2, സമുദ്രജല ബാഷ്പീകരണം ക്രമരഹിതമാകുന്നു. 3, സമുദ്ര പ്ലവകങ്ങളുടെ അളവിൽ കുറവ് വരുത്തുന്നു. 4, കാലാവസ്ഥാ മാറ്റത്തിന് ഇതൊരു കാരണമാകുന്നില്ല. ആൻസർ ഡി ആണ്. 1, 2, 4 ആണ് എൽ നിനോ പ്രതിഭാസവുമായി ബന്ധപ്പെട്ടത്. മധ്യരേഖാ വായുചംക്രമണത്തെ തടസ്സപ്പെടുത്തുന്നു. സമുദ്രജല ബാഷ്പീകരണം ക്രമരഹിതമാകുന്നു. കാലാവസ്ഥാ മാറ്റത്തിന് ഇതൊരു കാരണമാകുന്നില്ല. ഇത് 3 ശരിയാണ്.
എൽ നിനോ എന്ന് പറഞ്ഞാൽ മധ്യരേഖാ വായു സംക്രമണത്തെ തടസ്സപ്പെടുത്തുന്നു. സമുദ്രജല ബാഷ്പീകരണം ക്രമരഹിതമാകുന്നു. കാലാവസ്ഥ മാറ്റത്തിന് ഇതൊരു കാരണമാകുന്നില്ല. എന്താണ് എൽ നിനോ എന്ന് നോക്കാം. ഉണ്ണിയേശു എന്നർത്ഥമുള്ള എൽ നിനോ ഇന്ത്യയിൽ ദീർഘകാല മൺസൂൺ പ്രവചനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കാലാവസ്ഥാ പ്രതിഭാസമാണ് എൽ നിനോ. ദീർഘകാല മൺസൂൺ പ്രവചനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു. എവിടെ? ഇന്ത്യയിൽ. കിഴക്കൻ പസഫിക് സമുദ്രത്തിൽ പെറു തീരത്തിൻ്റെ ആഴക്കടലിൽ ഉഷ്ണജല പ്രവാഹങ്ങളായി പ്രത്യക്ഷപ്പെടുന്നതാണ് എൽ നിനോ. 3 മുതൽ 8 വർഷം വരെയുള്ള ദീർഘകാല ഇടവേളകളിൽ ഭൂമിയിൽ സമുദ്ര അന്തരീക്ഷ ബന്ധങ്ങൾ താറുമാറാകുമ്പോൾ കാണാറുള്ള വിലക്ഷണ കാലാവസ്ഥാ പ്രതിഭാസം എൽ നിനോ. കിഴക്കൻ പസഫിക് സമുദ്രത്തിൽ പെറു തീരത്തിൻ്റെ ആഴക്കടലിൽ ഉഷ്ണജല പ്രവാഹങ്ങളായി പ്രത്യക്ഷപ്പെടുന്നു. 3 മുതൽ 8 വർഷം വരെയുള്ള ദീർഘകാല ഇടവേളകളിലാണ് ഭൂമിയിൽ സമുദ്ര അന്തരീക്ഷ ബന്ധങ്ങൾ താറുമാറാകുമ്പോൾ കാണാറുള്ള വിലക്ഷണ കാലാവസ്ഥാ പ്രതിഭാസം. ഈ പ്രതിഭാസത്തിൻ്റെ ഫലമായി ശീതജല പ്രവാഹങ്ങൾ ഉഷ്ണ സ്വഭാവമുള്ളതായി മാറുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ഒരു പ്രധാന ഭൗമതാപോർജ്ജ ഉൽപ്പാദന കേന്ദ്രം ഏതാണ്? പുക താഴ്വര, മണികരൻ, ദിഗ്ബോയ്, ആംഗലേശ്വർ. 1ഉം 2ഉമാണ്. പുക താഴ്വരയും മണികരനുമാണ് ഇന്ത്യയിലെ ഒരു പ്രധാന ഭൗമതാപോർജ്ജ ഉൽപ്പാദന കേന്ദ്രം. ഭൂമിയിലെ ചൂടുറവയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ഊർജ്ജമാണ് ഭൗമതാപോർജ്ജം, ജിയോ തെർമൽ എനർജി. ഭൗമതാപോർജ്ജത്തിൽ നിന്നുമുള്ള വൈദ്യുതി ഉൽപ്പാദനത്തിന് പ്രസിദ്ധമായ യൂറോപ്പിലെ രാജ്യം ഐസ്ലൻഡ്. ഇന്ത്യയിൽ ആദ്യ പരീക്ഷണ ഭൗമതാപോർജ്ജ പ്ലാന്റ് ഏതാണ്? മണികരൻ, ഹിമാചൽ പ്രദേശ്. മണികരൻ ഭൗമതാപോർജ്ജ പ്ലാന്റിൻ്റെ ഉൽപ്പാദന ശേഷി 5 മെഗാവാട്ട്.